അസ്സലാമു അലൈക്കും. സാധാരണയായി നമ്മൾ ഉണ്ടാക്കുന്ന റൈസിൽ നിന്നും വ്യത്യസ്തമായൊരു റൈസാണ് ഗാർലിക് റൈസ് വൈറ്റ് സോസ് ചിക്കനും. സിമ്പിളായി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റൈസാണ് ഗാർലിക് റൈസ്. ഈ റൈസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൽ ഹോട്ട് സ്പൈസസ് ആയിട്ട് ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വൈറ്റ് സോസ് ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നത് കാണാം. ഇതിനായി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് മീഡിയം സൈസിലുള്ള ഒരു സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ചിക്കൻ്റെ ഈ പിങ്ക് നിറമുണ്ടല്ലോ, ഇത് വൈറ്റിലേക്ക് മാറുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. വൈറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് 3/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. 1 മിനിറ്റ് സമയം ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിനുശേഷം ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി സൂപ്പർ മാർക്കറ്റിൽ വെള്ള കളറിലും കിട്ടും. പക്ഷെ ഞാനിത് വീട്ടിൽ നിന്ന് പൊടിച്ചതായതുകൊണ്ട് തന്നെ ഇതിന് നല്ല ബ്ലാക്ക് കളറുണ്ട്. പിന്നെ ഇതിലേക്കായിട്ട് 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ള കുരുമുളകാണെങ്കിൽ കറിക്കൊന്നും കൂടി വെള്ള കളർ കിട്ടും, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി മൂടി വെച്ച് വേവിക്കാം. മീഡിയത്തിനും ലോക്കും ഇടയിലായിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള വൈറ്റ് സോസ് തയ്യാറാക്കാം. ഇതിനായിട്ട് പാനിലേക്ക് 2 കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുക. ഈ ബട്ടർ നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നാൽ ഇതിലേക്കായിട്ട് 1 ടീസ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദപ്പൊടി ഈ ബട്ടറിലിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക, ചൂടാക്കിയെടുക്കുക. നല്ലപോലെ ഇതുപോലെ പത വന്നു കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കണം. 2 കപ്പ് പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒന്നിച്ച് ചേർത്താൽ ചിലപ്പോൾ കട്ട കുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാലൊന്ന് കുറുകി വരാൻ തുടങ്ങും. ഈ സമയത്ത് ഈ പാലിലേക്കായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നല്ലപോലെ തിക്കായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് ക്രഷ് ചെയ്ത ചുവന്ന മുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂൺ ചുവന്ന മുളകും ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുക. ഈ വൈറ്റ് സോസ് നല്ലപോലെ തിക്കായി വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് വേവിച്ചുകൊണ്ടിരിക്കുന്ന ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് സോസ് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഇനി റൈസ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 2 കഷ്ണം ബട്ടറും ചേർത്ത് ഇതൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് മീഡിയം സൈസിലുള്ള ഒരു സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. സവാളയുടെ നിറം മാറിപ്പോകരുത്. ഒരു ലൈറ്റ് കളറിലേക്ക് മാറി വന്നാൽ ഇതിലേക്കായിട്ട് 2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. 1 മിനിറ്റ് സമയം നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഫ്ലെയിം കൂടിപ്പോകരുത് കേട്ടോ. കൂടിപ്പോയാൽ സവാളയുടെ നിറം മാറും. നല്ലപോലെ യോജിച്ച് കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ക്രഷ് ചെയ്തതും 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കുരുമുളക് ക്രഷ് ചെയ്തത് തന്നെ ചേർത്ത് കൊടുക്കണം. പൊടി ചേർത്ത് പോകരുത്, കാരണം ഒരു ബ്ലാക്ക് കളറിലേക്ക് മാറും. പിന്നെ 1/2 ടീസ്പൂണിന് താഴെയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ തന്നെ ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ഇതിലേക്കായിട്ട് ചേർക്കുന്ന റൈസ് വേവിച്ച റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. റൈസ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൈസിൽ ഉപ്പുണ്ടാവും. അതിനനുസരിച്ചിട്ട് ഈ മസാലയിൽ ഉപ്പ് ചേർത്താൽ മതി. വൈറ്റ് ബസുമതി റൈസ് ഉപ്പും ഓയിലും ചേർത്ത് വേവിച്ച് 90% വേവായതിനു ശേഷം ഊറ്റിയെടുത്ത റൈസാണ് ഇതിലേക്കായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക. വീണ്ടും കുറച്ചുകൂടെ ചേർക്കുക, ഒന്നുകൂടെ മിക്സ് ആക്കുക. അങ്ങനെ മുഴുവനായിട്ടും ചേർത്ത് മിക്സ് ആക്കി എടുക്കണം. 2 കപ്പ് റൈസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ സമയം ഫ്ലെയിം കുറച്ച് കൂട്ടി വെക്കണം കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചാണ് ചോറ് നല്ലപോലെ മിക്സ് ആക്കി എടുക്കേണ്ടത്. ഈ റൈസ് തയ്യാറാക്കുന്നതിന്റെ അവസാന ഘട്ടത്തിൽ ഒരു നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഭാഗം എൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ അതും കൂടെ ചേർത്ത് തയ്യാറാക്കണം. അങ്ങനെ ഗാർലിക് റൈസ് റെഡി ആയി കഴിഞ്ഞു കേട്ടോ.
അപ്പോൾ നമ്മുടെ റൈസ് തയ്യാറാക്കുന്നത് വളരെ സിമ്പിൾ അല്ലേ? പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടുള്ള ഒരു റൈസും ചിക്കനും. ഈ വൈറ്റ് സോസ് ചിക്കൻ ഈ റൈസിന്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമ്മൾ ഉണ്ടാക്കുന്ന ദോശയുടെയും ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കനാണ്. ക്രീമി ആയിട്ടുള്ള ഈ വൈറ്റ് സോസ് ചിക്കനും റൈസും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.